ആരോടെ പറയുന്നത്? ഈ പിന്നെ മന്ത്രിയോട് പറയാം, നിങ്ങൾ കാണിക്കുന്ന അങ്ങേറ്റം നുണ മാത്രം പറഞ്ഞ് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. സ്പീക്കറോട് ഇടപെടാൻ പറയുന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾ പറ്റില്ല. എന്നിട്ട് ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന അങ്ങനെ ഈ പല ആളുകളും ഇത് സംബന്ധിച്ചുള്ള രേഖകൾ, നിയമസഭാ രേഖകളെക്കാളും പ്രധാനപ്പെട്ടതാണ് വിഷ്വൽസ്. അതിനകത്ത് ചെറിയൊരു മോർഫിങ് നടത്തിയിട്ടുണ്ട് അതിൻ്റെ അവസാന ഭാഗം, അതായത് പ്രതിപക്ഷ നേതാവിനെ കാണിക്കുന്നതൊക്കെ. അത് സീരിയസ് ആയ ഒരു പ്രിവിലേജ് പ്രശ്നം തന്നെയാണ്. ഇവിടെ മുഖ്യമന്ത്രി ആകുമ്പോൾ അദ്ദേഹം നമ്മുടെ കാര്യം ഉന്നയിച്ചാൽ അതിന് കാര്യകാരണ സഹിതം മറുപടി തറയുവേണ്ടേ. അത് നിങ്ങളങ്ങനെ ചെയ്തില്ലേ, ഞങ്ങളിങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെയാണ് പറയുന്നത്. അതെന്ത് ന്യായമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ശബരിമല കേസിനകത്ത് അതിനകത്ത് ഈ അഴിമതിയും കുഴപ്പവും കാണിച്ച കമ്പനി എന്ന് പറയുന്ന ആരോപിക്കപ്പെട്ടവർക്ക് വേണ്ടി വാദിച്ച വക്കീലിനെ ഇപ്പുറത്തെ വക്കീലായിട്ട് അങ്ങനെ നിയമിക്കും? അപ്പോൾ ഇത് വാസ്തവത്തിൽ പണ്ടേ പറയുന്ന വാദിക്കും പ്രതിക്കും വേണ്ടി ഒരാളെ നിയമിച്ചു എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു അഴിമതി ഇല്ലല്ലോ. റിപ്പോർട്ടർ ടിവിക്കൊപ്പം ഇപ്പോൾ മുൻ ധനമന്ത്രി KN ബാലഗോപാലുണ്ട്. ശരിക്ക് പുതിയ ധവളപത്രം CPM അവതരിപ്പിക്കാൻ പോവുകയാണ്. നിലവിൽ സർക്കാർ കൊണ്ടുവന്ന ധവളപത്രം ശരിയല്ല എന്ന് അങ്ങ് തന്നെ നിയമസഭയിലടക്കം പറഞ്ഞിരുന്നു. പുതിയ ധവളപത്രത്തിൽ എന്താണ് ആളുകൾക്ക് കൊടുക്കാനിരിക്കുന്നത്? ഈ ധവളപത്രം എന്താണോ ഗവൺമെൻറ് പറഞ്ഞത് അത് വസ്തുതാപരമല്ല. സത്യത്തിൽ അത് ധവളപത്രം വന്നപ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞതാണ്. അടിസ്ഥാനപരമായി അസത്യങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് തന്നെ ചില ടേബിളുകളും കണക്കുകളും കൊടുത്തിട്ടുണ്ട്. അത് അവർ പറയുന്ന ആർഗ്യുമെൻറ്റിന് വിരുദ്ധമാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു, കടം കുറഞ്ഞു, വരുമാനം വർദ്ധിച്ചു തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് കണക്കുകളും കാര്യങ്ങളും വെച്ചിട്ട് വേണമല്ലോ പറയാൻ. അങ്ങനെ ഉള്ള കുറച്ച് ഓരോ അവർ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ കാര്യങ്ങളാണ് ധവളപത്രത്തിൻ്റെ പിന്നെ അകത്തുള്ള നമ്മളിപ്പോൾ വസ്തുതകൾ അടങ്ങുന്ന കാര്യങ്ങളാണ് നമ്മൾ വരുന്നത്. അതിനൊപ്പം ബഡ്ജറ്റിൻ്റെ ഒരു ചെറിയ ബഡ്ജറ്റ് സംബന്ധിച്ചൊരു അവലോകനം കൂടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ധവളപത്രം അവരുദ്ദേശിച്ചത്, ധവളപത്രം അവതരിപ്പിക്കുന്നു, കേരളം ആകെ കടക്കണിയിലാണ്, പ്രശ്നമാണ്, വരുമാനമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും അതുവഴി കേരളത്തിൻ്റെ കടലും കരയും വനവും ഒക്കെ വേണമെങ്കിൽ പരമാവധി പ്രൈവറ്റൈസ് ചെയ്യാൻ വേണ്ടി ഒരു സമീപനം വരികയും ചെയ്തു എന്നുള്ളതാണല്ലോ വ്യക്തമായത്. അപ്പോൾ അത് വളരെ ക്ലിയറാണ് ഈ പിന്നെ ധവളപത്രം കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത്. പക്ഷേ AGയുടെ കണക്ക് ഈ കഴിഞ്ഞ ആഴ്ച AGയുടെ കണക്ക് വന്നിട്ടുണ്ട്, പ്രിലിമിനറി അക്കൗണ്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ 4,80,000 കോടിയാണ് ആകെ ബോറോയിങ് ഉള്ളത്. 62% കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇൻക്രീസ് ചെയ്തിട്ടുള്ളൂ. അതിനു മുമ്പെല്ലാം 90% മേളിലാണ്, 100% വരെയാണ്. ഡബിൾ ചെയ്തിട്ടുണ്ട്, അത്ര കൂടിയിട്ടുണ്ട്. അപ്പോൾ കടം കുറഞ്ഞു, വരുമാനം കൂടി. യഥാർത്ഥത്തിൽ പ്രതിസന്ധി ഉണ്ടായിരുന്നത് ഞങ്ങളുടെ രണ്ടാം ഗവൺമെൻറ് വന്ന ആദ്യത്തെ 3 വർഷക്കാലമാണ്. ഞങ്ങളുണ്ടാക്കിയ പ്രതിസന്ധിയല്ല, കേന്ദ്രം പണം തരാത്തതുകൊണ്ട് വെട്ടിക്കുറച്ചതുകൊണ്ട്. ആ 3 വർഷം 1,60,000 കോടിയെ ഞങ്ങൾക്ക് 3 വർഷവും ചിലവാക്കാൻ പറ്റുള്ളൂ. അത്രയും ഗുരുതരമായൊരു സ്ഥിതിയായിരുന്നു. പക്ഷേ ഒന്നും ഞങ്ങൾ പേയ്മെൻറ്റ് ഡിഫാൾട്ട് വരുത്തിയില്ല എന്നുള്ള വേറെ കാര്യം. 4-ാം വർഷം അത് 1,73,000 കോടിയായി, 5-ാം വർഷം 1,93,000 കോടിയായി. അങ്ങനെ ജമ്പ് ചെയ്ത് വർദ്ധിച്ചു. ഇപ്പോൾ ധവളപത്രം തയ്യാറാക്കിയപ്പോൾ ഇവർ പറഞ്ഞ കണക്കുകളൊക്കെ ശ്രീ KM ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകളെല്ലാം കൂടി പഠിച്ച് തയ്യാറാക്കിയ കൺസർവേറ്റീവായ ധവളപത്രമായിട്ട് പോലും ഈ വർഷത്തേക്കുള്ള ബഡ്ജറ്റിൽ 2,27,000 കോടിയാണ്. 30,000 കോടിയാണ് കഴിഞ്ഞ വർഷത്തെക്കാളും വർദ്ധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 15% വർധന ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ഇല്ല. നിങ്ങൾ നോക്കിയോ, 7% ഉള്ളൂ ഇന്ത്യയുടെ ഗ്രോത്ത്. അപ്പോൾ ധവളപത്രത്തിനകത്ത് ഇവർ കണക്ക് വെച്ച് ബഡ്ജറ്റ് വെച്ചപ്പം ഇത്രയും 30,000 കോടി വർദ്ധിക്കാൻ പറ്റുന്നൊരു അടിസ്ഥാനമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അതുതന്നെയാണ് ഈ ധവളപത്രം വഴി അവർ കൊണ്ടുവരാൻ ശ്രമിച്ച കള്ളത്തരമാണ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം. പക്ഷേ അത് കൊണ്ടുവന്നത് എന്തിനാ? ബഡ്ജറ്റിനകത്ത് ഓപ്പറേഷൻ സമുദ്ര ഒക്കെയാണല്ലോ ആദ്യത്തെ സ്കീം. അപ്പോൾ കേരളത്തിൽ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു രക്ഷയില്ലാന്ന് സ്ഥാപിക്കാനാണ് ധവളപത്രം. ആ ധവളപത്രം വെച്ചിട്ട് ആദ്യം തന്നെ ഓപ്പറേഷൻ സമുദ്ര എന്ന് പറഞ്ഞാൽ എന്താണ് സമുദ്രയുടെ ഒരു ചെറിയ അംശം ഇപ്പോൾ പുറത്തു വന്നല്ലോ, വിഴിഞ്ഞത്തിൻ്റെ കാര്യം ഉൾപ്പെടെ. അത് കഴിഞ്ഞ് കരിമണൽ, ഇലക്ട്രിസിറ്റി സ്വകാര്യവൽക്കരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് എന്ന് വ്യക്തമാക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇറക്കുന്ന ഇപ്പോൾ ഈ ധവളപത്രത്തിന് ഒരു ഉത്തരവ്, അതുപോലെ ബഡ്ജറ്റും സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വരും. അതാണ് ധവളപത്രം ഞങ്ങളിപ്പോൾ ഇറക്കുന്നത്. സ്വകാര്യവൽക്കരണത്തിന് ഒരു ബലം പകരാനുള്ള ധവളപത്രമാണ് അവർ ഇറക്കിയത്. സ്വകാര്യവൽക്കരണത്തിനകത്ത് പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വകാര്യ മൂലധനം വരുന്നതിനെതിരല്ല ഞങ്ങൾ. മൂലധനം വരണം, ഇപ്പോൾ ഏത് സ്ഥാപനങ്ങൾ വരണം. വിദേശത്തുൾപ്പെടെ ആളുകൾ ഇവിടെ വന്ന് സ്ഥാപനം നടത്തി അവർക്ക് ബിസിനസ് ചെയ്യുമ്പോൾ ലാഭം ഉണ്ടാകും, നമ്മുടെ ആൾക്ക് ജോലി കിട്ടും. അതിന് താല്പര്യം, നമ്മുടെ നാടിൻ്റെ താല്പര്യം നശിപ്പിക്കരുത്. പക്ഷേ അതിൻ്റെ പേരിൽ വളരെ വലിയ വിലയുള്ള സാധനങ്ങളെ വിറക് വിലയ്ക്ക് പൊതുമേഖലയ്ക്കുള്ള സാധനങ്ങൾ വിറ്റഴിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യാൻ പാടില്ല, തൊഴിൽ മേഖലയെ ബാധിക്കാൻ പാടില്ല. ഇതാണ് ഞങ്ങൾ അതിനകത്ത് പറയുന്ന കാര്യം. ആ തരത്തിൽ ഇപ്പോൾ നമ്മുടെ തീരദേശത്തെ പല കാര്യങ്ങളും കൊടുത്താൽ, നമ്മൾ നല്ലതുപോലെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള എയർപോർട്ടുകളും തുറമുഖങ്ങളും ഒക്കെ അതിനകത്ത് നമ്മുടെ ഇൻട്രസ്റ്റൊക്കെ വലിയ കഴിച്ചാൽ അത് നല്ലതല്ല എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്.
ഈ പല കാര്യങ്ങളിലും ഈ വി ഡി സതീശൻ സർക്കാർ യു ടേൺ എടുക്കുകയാണ്, പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നില്ല എന്ന ആക്ഷേപമുണ്ടോ? ആക്ഷേപമല്ലല്ലോ, അത് വസ്തുതയാണല്ലോ. അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലും തലച്ചോറിലും ഒക്കെ പലപ്പോഴും പ്രതിപക്ഷ നേതാവിൻ്റെ രീതിയിലാണ് അദ്ദേഹം നിയമസഭയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി പറയുന്നതും പ്രതിപക്ഷം പറയുന്നതും വ്യത്യാസമുണ്ട്. പ്രതിപക്ഷം ചിലപ്പോൾ ചില ആരോപണങ്ങൾ ഉന്നയിക്കും, നിങ്ങൾ മറുപടി പറയും. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് എന്ന് ഞാൻ പറയുന്നില്ലും പലപ്പോഴും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അടിസ്ഥാനരഹിതമായ പല കാര്യങ്ങളും പറയുന്നതിനെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇവിടെ മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹം നമ്മുടെ കാര്യം ഉന്നയിച്ചാൽ അതിന് കാര്യകാരണ സഹിതം മറുപടി പറയുവേണ്ടേ. അത് നിങ്ങളങ്ങനെ ചെയ്തില്ലേ, ഞങ്ങളിങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെയാണ് പറയുന്നത്. അതെന്ത് ന്യായമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ധവളപത്രത്തിൻ്റെ ഉൾപ്പെടെ അതുപോലെ ബഡ്ജറ്റിൻ്റെ ഉൾപ്പെടെ പല കാര്യങ്ങളും ആ സമീപനമാണ് എടുക്കുന്നത്. പക്ഷേ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ആദ്യം തന്നെ കൊണ്ടുവന്നത് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുത്തല്ലോ. ആ തീരുമാനം എവിടെയും ചർച്ച ചെയ്തില്ലെന്ന് വ്യക്തമായല്ലോ. അതിപ്പോൾ തൽക്കാലം നിർത്തിവെക്കേണ്ടി വന്നു. ഓരോ കാര്യത്തിലും ഇപ്പോൾ PM ശ്രീയുടെ പോലെയുള്ള വിഷയങ്ങൾ, രാഷ്ട്രീയമായ വിഷയത്തിൽ, ഭരണപരമായ വിഷയത്തിൽ, കരിമണലിൻ്റെ കാര്യത്തിൽ ആര് പറഞ്ഞു സ്വകാര്യവൽക്കരണമെന്നില്ല അദ്ദേഹം ചോദിച്ചത്. അതിൻ്റെ തലേദിവസം പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് നടത്തിയ പത്രസമ്മേളനത്തിൽ കുറച്ച് ഇങ്ങനത്തെയുള്ള ക്ലീശ വാക്കുകളൊക്കെ ഉണ്ട്. സ്വകാര്യവൽക്കരണം, ഇത് സ്വകാര്യ മൂലധനം, ഞങ്ങൾ ആരുടെ അടിമകളല്ല, ഞങ്ങളത് നടപ്പിലാക്കും എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. നിങ്ങൾ കേട്ടതാണ്. എന്നിട്ട് അടുത്ത ദിവസം പറഞ്ഞു, ആര് പറഞ്ഞു അങ്ങനൊരു വാക്കുണ്ടെന്ന്? ഞങ്ങളാരുമല്ല, ശ്രീ VM സുധീരനും അതുപോലുള്ള പ്രമുഖരായ കോൺഗ്രസ് നേതാക്കന്മാരും പറഞ്ഞ കാര്യമല്ലേ, ഞങ്ങൾ മാത്രമല്ലല്ലോ. അപ്പോൾ ഈ ഒരു പ്രശ്നം ഒരു തുടക്കത്തിൽ തന്നെ ഇങ്ങനെ കല്ലുകടിയായിട്ട് പലതും വരുന്നുണ്ട്. അപ്പം ഈ ഗവൺമെൻറ് പറയുമ്പോൾ ഉത്തരവാദിത്തമായിട്ട് തന്നെ പറയണം. അത് മാറ്റേണ്ടി വരുമ്പോൾ ആളുകൾ യൂട്ടേണെന്ന് പറയും. അപ്പോൾ വസ്തുതാപരമായി തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പലതും അതേപോലെ പാലിക്കുന്നില്ല. ഏറ്റവും പ്രധാനം PM ശ്രീ പോലെയുള്ള വിഷയങ്ങളിലാണ്. അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനൊരു നിലപാടെടുക്കാൻ പാടില്ലെന്ന് ഇപ്പം അവരുടെ കൂടെ നിൽക്കുന്നവർ പറയുന്നു. എക്സൈസ് വകുപ്പ് പോലും അറിയാതെ UDF ചർച്ച ചെയ്യാതെ മദ്യത്തിൻ്റെ കാര്യത്തിൽ വരുന്നു. ഈ ഏറ്റവും വലിയ ഒരു ചർച്ച നടക്കുന്ന വിഷയം ഇപ്പം വിഴിഞ്ഞമാണ്. അതിനകത്തും പ്രോപ്പറായിട്ടുള്ള ഡിസ്കഷൻ ഇല്ലയെന്ന് വരുന്നു. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. ആ കാര്യമേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഈ RSS ബന്ധമുള്ളവരെ പ്രധാന സ്ഥാനങ്ങളിൽ നിയോഗിക്കുന്നു എന്നൊരാക്ഷേപം അവർക്കുള്ളിൽ തന്നെയുണ്ട്. അതിനൊപ്പം ഈ RV ബാബു അടക്കമുള്ള ഹിന്ദു ഐക്യവേദിയുടെയൊക്കെ നേതാക്കൾ പോയി കാണുകയും സ്വാഭാവികമായിട്ട് ഔദ്യോഗികമായി കാണേണ്ടതാണ്. പക്ഷേ നല്ല പരിഗണന കിട്ടി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇതേസമയം മറ്റൊരു ഘട്ടത്തിൽ അങ്ങയുടെ അടുത്തോ മുൻ മുഖ്യമന്ത്രിയുടെ അടുത്തൊക്കെ ആയിരുന്നെങ്കിൽ വേറൊരു തരത്തിലാകും എന്ന ആക്ഷേപമുണ്ടല്ലോ. ഈ നേതാക്കന്മാർ വന്ന് കാണുന്നത് വിവിധ സംഘടന, മുഖ്യമന്ത്രിയെ കാണാനായിട്ട് അല്ലെങ്കിൽ മന്ത്രിമാരെ കാണാനായിട്ട് വിവിധ സംഘടനാ നേതാക്കന്മാർ വരും. അതൊക്കെ ഔദ്യോഗികമായൊരു കാര്യമാണെങ്കിലും അതിനകത്ത് അമിതമായ അവർ വരുമ്പോൾ അവരുടെ കാര്യം നടത്തി കൊടുക്കാനുള്ള നല്ല പരിഗണന എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ കേന്ദ്ര ധനകാര്യമന്ത്രിയെ കാണാമെന്ന് മുഖ്യമന്ത്രി. കേരളത്തിന് കുറേയേറെ സാമ്പത്തികമായിട്ട് തരാനുള്ള പണം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് എന്ന് പറയുന്നത് സാധാരണയുള്ളൊരു കാര്യമാണ്. പ്രൈം മിനിസ്റ്ററെ കാണുന്നു, ആഭ്യന്തരമന്ത്രിയെ കാണുന്നു. ഇതൊക്കെ ഇവർ പറഞ്ഞെന്താ, ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്, എന്തോ ഡീലാണ്. ഇങ്ങനെയുള്ള മര്യാദ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ ആളുകൾ ഇത് ചെയ്യുമ്പോൾ അവർക്ക് നേരെ വരും, അവർക്ക് നേരെ തിരിഞ്ഞു കുത്തും എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അതിനേക്കാൾ ഉപരി വലിയ പ്രശ്നം ദേവസ്വം ബോർഡിൻ്റെ വക്കീലിനെ നിശ്ചയിച്ച കാര്യത്തിൽ എങ്ങനെ നിഷ്കളങ്കമായിട്ടാണോ? ആരും അത് വിശ്വസിക്കുന്നില്ല. എങ്ങനെ ശബരിമല കേസിനകത്ത് അതിനകത്ത് ഈ അഴിമതിയും കുഴപ്പവും കാണിച്ച കമ്പനി എന്ന് പറയുന്ന ആരോപിക്കപ്പെട്ടവർക്ക് വേണ്ടി വാദിച്ച വക്കീലിനെ ഇപ്പുറത്തെ വക്കീലായിട്ട് അങ്ങനെ നിയമിക്കും? ആ സമയത്ത് നിയമിച്ച സമയത്ത് തന്നെ എന്തൊക്കെ പേപ്പർ പോയി എന്ന് ആർക്കറിയാം? അപ്പോൾ ഇത് വാസ്തവത്തിൽ പണ്ടേ പറയുന്ന വാദിക്കും പ്രതിക്കും വേണ്ടി ഒരാളെ നിയമിച്ചു എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു അഴിമതി ഇല്ലല്ലോ, അതിനേക്കാളും തെറ്റായ കാര്യമില്ലല്ലോ. അതുപോലുള്ള കാര്യങ്ങളൊന്നും. പിന്നെ ഇപ്പോൾ പത്രത്തിൽ പല വാർത്തകളും വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ RSSകാരെ BJPക്കാരെ നിയമിച്ചു എന്നൊക്കെയുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട്. ഇതൊക്കെ ഒരു അറിയാതെ പറ്റുന്ന കാര്യമാണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കുന്ന സ്ഥിതിയില്ലെന്നും തോന്നുന്നു. കാരണം ഇതൊന്നും അറിയാത്ത ആളുകളല്ലല്ലോ വരുന്നു. അപ്പോൾ ചില ബന്ധങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൽ ഇനി എൻ്റെ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. ഈ അങ്ങ് ഇപ്പോൾ ഇരിക്കുന്നത് പിണറായി വിജയൻ്റെ തൊട്ടടുത്ത പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്ത് ചൊല്ലി ഇപ്പോഴും തർക്കമുണ്ട്. CPI പറയുന്നത് ഇപ്പോഴും ഞങ്ങൾക്കത് വേണം എന്നുള്ളതാണ്. അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഇതെല്ലാം പിന്നെ പാർട്ടികൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ പാർട്ടി നേതാക്കന്മാർ, ഇതിൻ്റെ പ്രധാന ചുമതലയുള്ള ആളുകൾ അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇനിയും അത്തരം കാര്യങ്ങളൊക്കെ അവർ അഭിപ്രായം പറയും എന്നുള്ള കാര്യമുണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നല്ല യോജിപ്പോടുകൂടി ഇടതുപക്ഷം പോകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? കേരളത്തിലെ ജനങ്ങളുടെ പൊതു താല്പര്യമാണ്. അതിനകത്ത് ഇത്തരം കാര്യങ്ങളും സംഭവങ്ങളൊക്കെ വരുമ്പോൾ ചർച്ച ചെയ്യും പാർട്ടികളാകുമ്പോൾ. അതിനകത്ത് അല്ലെങ്കിൽ കാര്യങ്ങൾ അഭിപ്രായം പറയും. അതെല്ലാം അതൊക്കെ പരിഹരിച്ച് പോകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പല ഘട്ടത്തിലും UDF ആരോപിക്കുന്നതാ
നിയമസഭയിൽ നിങ്ങൾക്കൊരു ഒത്തൊരുമയില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, UDF അങ്ങനെ പലതും ചോദിക്കുന്നുണ്ട്. അത് ചോദിച്ചോട്ടെ, പക്ഷേ അത് ഞങ്ങളെ കാര്യം ഞങ്ങളെ പരിഹരിക്കും. ഒരു ലാസ്റ്റ് ഒരു ചോദ്യം, അങ്ങ് ഇപ്പോൾ വൈറലായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ നിയമസഭയിൽ ഇങ്ങനെ കൈയിട്ടടിച്ചിട്ട് LOP എഴുന്നേക്കണം ചോദിക്കണം അങ്ങനെ എന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. LOP എഴുന്നേക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ നേരത്തെ പറയേണ്ടതാണ്. അല്ല, ഞാൻ നിങ്ങളോട് ഞങ്ങൾ നിയമസഭയിലൊരു പ്രശ്നം ഉണ്ടായപ്പം നിയമസഭയിൽ ഇത് സംബന്ധിച്ച് വളരെ പച്ചക്കള്ളമാണ് പറയുന്നവർ. രാവിലെ പറഞ്ഞു, എന്നുവെച്ചാൽ അടിസ്ഥാനപരമായി തെറ്റായ കാര്യം പറയുമ്പം നമ്മളൊരു കാഷ്വലായി പറഞ്ഞിട്ട് പോവല്ല, രേഖ കിടക്കുകയാണ് നിയമസഭയിൽ 10, 50, 100 വർഷം കഴിഞ്ഞാലും. അപ്പോൾ രാവിലെ തെറ്റായ ഒരു രീതിയിൽ നമ്മുടെ വനംവകുപ്പ് മന്ത്രി വേറൊരു മന്ത്രി സംസാരിച്ചപ്പോൾ ഫിഷറീസ് മന്ത്രിയുടെ ഇടയ്ക്കിട വിട്ടു. അത് ശരിയായ കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഉച്ച കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞു, അതൊരു കാഷ്വൽ റെഫറൻസ് കഴിഞ്ഞു. ഉച്ചയ്ക്ക് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം ആ കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് 5 പ്രാവശ്യം ഇതേപോലെ വന്നിട്ടുണ്ട്. തെറ്റായ കാര്യങ്ങളാണ് വീണ്ടും പറയുന്നത്. മുഖ്യമന്ത്രി സംസാരിച്ച സമയത്ത്, അന്ന് മുഖ്യമന്ത്രി സംസാരിച്ച സമയത്ത് ശശീന്ദ്രൻ മിനിസ്റ്റർ ഇടപെട്ടിരുന്നു. വസ്തുതയല്ല, ഞങ്ങളത് പിന്നെ നോക്കി, കാരണം അതൊരു ചർച്ച പോലുള്ള സംഗതിയായിരുന്നു. ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് പിന്നെ ഡിഫോമേറ്ററി ആയിട്ട് ചില സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറയാൻ തുടങ്ങി. ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തുറന്നു പറയുന്നത്, ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വരിക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്. അപ്പം അതിനു മുമ്പ് തന്നെ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് ആളുകൾ എണീച്ചിട്ട് ഇങ്ങനെ ചെയ്യരുത് പറയുന്നത് ഞങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ കാണാം ആ വിഷ്വൽസിൽ പുറകിലൊക്കെ നിൽക്കുന്ന തൊട്ടുപുറകെ സജി ചെറിയാൻ അവരെല്ലാം ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ പ്രതിപക്ഷ നേതാവിരിക്കുന്നു, ഇപ്പുറത്തെ CPIയുടെ നേതാവായിട്ടുള്ള ശ്രീ രാജനുണ്ട്. ഞങ്ങൾ സംസാരിച്ച് ഇങ്ങനെ കേട്ടോണ്ട് നമ്മൾ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നമ്മളത് സംസാരിച്ചിട്ടാണ് ഞാൻ എണീച്ചിട്ട് ആരോടെ പറയുന്നത്, ഈ പിന്നെ മന്ത്രിയോട് പറയാം, നിങ്ങൾ കാണിക്കുന്ന അങ്ങേറ്റം നുണ മാത്രം പറഞ്ഞ് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. സ്പീക്കറോട് ഇടപെടാൻ പറയുന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾ പറ്റില്ല. എന്നിട്ട് ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന അങ്ങനെ ഇതിനെ സംബന്ധിച്ച് പറയേണ്ടത് പ്രതിപക്ഷ നേതാവാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഇത് കേൾക്കാതെ ഇറങ്ങിപ്പോകൂടോ, ഞങ്ങൾ പരസ്പരം സംസാരിക്കാവുന്ന ഒരു കാര്യം ഞാൻ ഉന്നയിച്ച് പറയില്ല. അതാണ് വന്നത്. പക്ഷേ അവിടെ ഈ പല ആളുകളും ഇത് സംബന്ധിച്ചുള്ള രേഖകൾ, നിയമസഭാ രേഖകളെക്കാളും പ്രധാനപ്പെട്ടതാണ് വിഷ്വൽസ്. അതിനകത്ത് ചെറിയൊരു മോർഫിങ് നടത്തിയിട്ടുണ്ട് അതിൻ്റെ അവസാന ഭാഗം. അതായത് പ്രതിപക്ഷ നേതാവിനെ കാണിക്കുന്നതൊക്കെ അത് സീരിയസ് ആയ ഒരു പ്രിവിലേജ് പ്രശ്നം തന്നെയാണ്. സഭയ്ക്കകത്തെ രേഖകൾക്കുള്ള ഒരു പ്രസംഗം തെറ്റായി വളച്ചൊടിച്ച് കൊടുക്കാൻ പാടില്ല. അതേസമയം ഈ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ചതാണ്. ഇത് നമ്മൾ പ്രതിപക്ഷ LOP എന്നാണ് പറഞ്ഞേക്കുന്നത്. LOP ഇതുപോലെ കേൾക്കുന്നത് ഇങ്ങനെ LOP ആണ് പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ ആലോചിച്ചിട്ടാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞാലാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. ഈ കാര്യം അത് പറഞ്ഞ ആ വിഷ്വൽ കൃത്യമായിട്ട് ചില വീഡിയോയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് മൊത്തം തിരിച്ച് പിന്നെ LOP എണീക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു കൂടിയാലോചന നിങ്ങൾ തമ്മിൽ നടന്നിട്ടുണ്ട്. ഇത് ഇങ്ങനൊരു കാര്യം സംസാരിച്ചിട്ട് തന്നെയില്ലേ, അത് പറഞ്ഞിട്ട് തന്നെയാണല്ലോ ഉന്നയിക്കുന്നത്. അല്ലാതല്ല പ്രചരിക്കുന്നതെന്ന് പറഞ്ഞാൽ KN ബാലഗോപാൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം കിട്ടിയില്ല, അപ്പോൾ എണീക്കണം LOP. അങ്ങനെ പറയുന്നതല്ല. ഞാനീ പറഞ്ഞ സീരിയസ് ആയ ഒരു പ്രിവിലേജ് പ്രശ്നം കൂടിയുണ്ട്. സഭയ്ക്കകത്തെ രേഖകളിൽ വീഡിയോയിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ട് ചില മാധ്യമങ്ങൾ, മെയിൻ മുഖ്യധാരാ മാധ്യമങ്ങളല്ല, സോഷ്യൽ മീഡിയ ഉൾപ്പെടെ അത് കാണിച്ചിട്ടുണ്ട്. അവിടെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ മുഖമൊക്കെ വ്യത്യസ്തമായി കാണിക്കുന്ന രംഗമൊക്കെ വന്നേക്കുന്നത്. അത് വന്നേക്കുന്നത് അത് അങ്ങേറ്റം പ്രിവിലേജ് പ്രശ്നം തന്നെയാണ്. അതൊരു സീരിയസ് ആയ പ്രശ്നമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. സ്പീക്കറുടെ ഒരു അഭിമുഖം വന്നിരുന്നു, അതിൽ പറയുന്നുണ്ട് ശരിക്കും അങ്ങനെ പറയാൻ ബാലഗോപാൽ പാടില്ല. സ്പീക്കർ ഞാൻ പറഞ്ഞല്ലോ, സ്പീക്കർ ഒന്നീ കാര്യം കൃത്യമായി അല്ല, അങ്ങനെ ഞങ്ങൾക്ക് അറിയുന്നതാണല്ലോ, ഈ കാര്യം പറഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ സ്പീക്കർ അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. ഒന്നാമത്തെ കാര്യം, സഭയ്ക്കകത്തെ ഒരു കാര്യം അദ്ദേഹം പുറത്ത് ഇത്തരം ഒരു കാര്യം പറയാൻ പാടില്ല. അതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താൻ പാടില്ല എന്നുള്ളതാണ്. ഞാൻ അത്രേ അതിനെപ്പറ്റി പറയുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞത് ശരിയായ കാര്യമല്ല, വേറൊന്നുമല്ല. ഒരു സ്പീക്കർ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ സ്പീക്കർ മൊത്തത്തിൽ എല്ലാവരുടെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളാണ്. ഈ തെറ്റായൊരു കാര്യം പുറത്ത് പറയുമ്പം അതിന് ബലം കൊടുക്കുന്ന തരത്തിലേക്കല്ല അദ്ദേഹം പറയേണ്ടത്. ആ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞിരുന്നു. ഇത് ഈ രേഖ തെറ്റായിട്ട് അവതരിപ്പിച്ചപ്പോൾ സ്പീക്കർ പോലും പിന്നീട് ഇത് കാണുമ്പോൾ തെറ്റിദ്ധരിക്കാം. അവിടെ സഭയെ കേൾക്കുന്നില്ല, സഭയല്ലാതെ തെറ്റിദ്ധരിക്കാം. അദ്ദേഹം തെറ്റിദ്ധരിക്കാവുന്ന തരത്തിൽ പോലും ഇവർ ഈ രേഖ ഇതിനകത്ത് ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു സീരിയസ് പ്രിവിലേജ് ഇഷ്യൂ ആണ്, സഭയുടെ പ്രിവിലേജാണ്. ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല, പച്ചക്കള്ളമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, ഡിഫാമേറ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ആവർത്തിക്കാത്തത്. വലിയൊരു വിഭാഗം ആളുകളുടെ ഇടയിൽ ഒരു വിദ്വേഷം ഉണ്ടാകുന്ന തരത്തിലേക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം നടത്തിയത്. അങ്ങനൊന്നും ആരും നടത്തിയിട്ടില്ല. എവിടെയെങ്കിലും വന്ന് എന്തെങ്കിലും കാര്യം സഭയില്ലാത്ത കാര്യം പറയുക, അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ അത് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഞാൻ എണ്ണിച്ചത്, ഇങ്ങനത്തെ തെറ്റായ കാര്യങ്ങളും നുണയും പറഞ്ഞാൽ ഇത് സഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമുക്കിവിടെ
അപ്പം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ അതിന് ഗ്രാവിറ്റി, അദ്ദേഹം കൂടുതൽ ചൂടായിട്ട് പറയുമ്പോഴത്തേക്ക് മന്ത്രി പറയുമ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി തന്നെ പറയും. ഇത് ഇത്ര നുണ കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല, നമ്മളിത് കേട്ടോണ്ട് ഇവിടെ ഇരിക്കേണ്ട യാതൊരു കാര്യമില്ല. സ്പീക്കറോടെയും പറയും ഇങ്ങനെയാണ് നടക്കുന്നത്. പിന്നെ ഞങ്ങളിവിടെ ഇരിക്കണോ വേണ്ട എന്നുള്ള കാര്യം ആണല്ലോ അത്. ഇത് കേട്ട് പിന്നെ LOP ആ കാര്യം സംസാരിക്കുമെന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ആ സംസാരിക്കാൻ LOP അത് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ് എണ്ണിച്ചിട്ട് ഈ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ട് ഈ കാര്യം പറഞ്ഞു. ഇത് നമ്മൾ ആലോചിക്കാതൊന്നും പറയത്തില്ലല്ലോ. സഭയ്ക്കകത്തൊരു ഫ്ലോർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അതാണ് അതിൻ്റെ വിഷയം. പക്ഷേ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ആ രേഖകൾ തെറ്റായി സഭയിലെ തെറ്റിദ്ധരിപ്പിച്ച് കൊടുത്താൽ അതൊരു പ്രിവിലേജ് ഇഷ്യൂ ആണ്. പിന്നെ അത് സീരിയസ് ആയ പ്രശ്നമാണ്. കാരണം ആ വീഡിയോ നിങ്ങൾക്ക് കൊടുക്കാം, പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ മുഖവും ഭാവവും ഒക്കെ മാറ്റി വേറൊരു സാധനം തയ്യാറാക്കി സോഷ്യൽ മീഡിയ അല്ല ആരായാലും ഏതായാലും മറ്റു മാധ്യമങ്ങളായാലും മറ്റു മാധ്യമങ്ങൾ പിന്നെ അതെടുത്തിട്ടുണ്ട് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ നിയമസഭാ രേഖയെ തെറ്റിദ്ധരിപ്പിക്കുന്ന നേരത്തേക്ക് പുറത്തു കൊടുക്കുന്നതാണ്. അതൊരു പ്രിവിലേജ് പ്രശ്നം തന്നെയാണ്. ഏതായാലും കൃത്യമായ നിലപാടാണ് KN ബാലഗോപാൽ പറഞ്ഞു വെക്കുന്നത്.